Subscribe now and press the bell icon. Never miss an update. Hello dear students. Reggie Simple Maths ലോട്ട് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത എല്ലാ എക്സസൈസ് പ്രോബ്ലംസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറന്നവർ അല്ലെങ്കിൽ ചെയ്യാത്തവർ ചെയ്യുക, അല്ലാത്തവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മൾ റിസൾട്ട് ഒന്നും കൂടെ ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസും വളരെ ഉഷാറായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ അല്ലേ? നമുക്ക് ആദ്യം ഈ റിസൾട്ട് ഒന്നും കൂടെ ഒന്ന് ഓർക്കാം. x1, x2, x3, etc., xn, etc. എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടെങ്കിൽ, ഒരു സമാന്തര ശ്രേണി ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ആ റിസൾട്ടിൽ നിന്ന് കിട്ടും? xn ഈക്വൽസ് x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും, അല്ലെങ്കിൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും. രണ്ട് രീതിയിലും പറയാം അല്ലേ? x1നെ ചിലർ x1 തന്നെ എഴുതും, ചിലർ f എന്ന് എഴുതും. ഫസ്റ്റ് ടൈമായിട്ട് f എന്ന് എഴുതും. അവിടെ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. എൻ എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ദാറ്റ് ടൈം. എക്സിൻ്റെ ഏത് പൊസിഷനിലാണോ ആ പൊസിഷൻ നമ്പറാണ് എൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആ റിസൾട്ടിനെ തന്നെ നമുക്ക് എക്സ് എൻ ഈക്വൽസ് എ എൻ പ്ലസ് ബി എന്ന രൂപത്തിലാണ് കാണാൻ കഴിയുക. എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എക്സ് എൻ ഈക്വൽസ് എ എൻ പ്ലസ് ബി എന്ന രൂപത്തിലായിരിക്കും. അതാണ് നമ്മുടെ ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപം, അല്ലെങ്കിൽ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ ആൽജിബ്രൈക് എക്സ്പ്രഷന് നമുക്ക് ഡി ഈക്വൽസ് എ ആണെന്ന് പറയാം. അതുപോലെ തന്നെ x1 ഈക്വൽസ് എഫ് ഈക്വൽസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിരിക്കും. ഇവിടെ എയും ബിയും ആരാണ്? എന്നിൻ്റെ കൂടെയുള്ള നമ്പറാണ് എ എന്ന് പറയുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നതാണ് ബി എന്ന് പറയുന്നത്. അതായത് എയും ബിയും ഫിക്സഡ് നമ്പേഴ്സാണ്, നിശ്ചിത സംഖ്യകളാണ്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്കൊരു ആൽജിബ്രൈക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എ എൻ പ്ലസ് ബി രൂപത്തിലുള്ള ബീജഗണിത രൂപം ഉണ്ടെങ്കിൽ നമുക്ക് ആ തന്നിട്ടുള്ള ബീജഗണിത രൂപം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, അരിത്തമെറ്റിക് സീക്വൻസ് ഉൾക്കൊള്ളുന്ന ഒരു ബീജഗണിത രൂപമാണ് എന്നും പറയാം. പിന്നെ മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് എൻ മൈനസ് എക്സ് എം ഈക്വൽസ് എൻ മൈനസ് എം ഇൻറ്റു ഡി എന്നാണ്. നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് പൊസിഷണൽ ഡിഫറൻസിൻ്റെയും പൊതുവ്യത്യാസത്തിൻ്റെയും ഗുണിതങ്ങളായിരിക്കും എന്നത്. അതൊന്ന് നമ്മൾ വളരെ പെട്ടെന്ന് കാണാൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറയുമ്പോൾ എക്സ് എന്നിൻ്റെ പൊസിഷൻ എന്നും എക്സ് എമ്മിൻ്റെ പൊസിഷൻ എമ്മും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് എൻ മൈനസ് എം ഇൻറ്റു ഡി എന്ന രൂപത്തിൽ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഈ ഫോട്ടോ കാണുന്നില്ലേ? ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ ഈ ഒരു ഫോട്ടോയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരികയാണ്. എന്താണ് ഈ ഫോട്ടോയിൽ കാണുന്നത്? എന്താണ്? കുറേ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ? നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ നമ്മൾ എത്തുന്ന ചില സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളെന്നാകുന്നത് അല്ലേ? വിചാരിക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നമ്മൾ എത്ര സ്റ്റെപ്പുകൾ കയറി എന്നൊരു ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ സ്റ്റെപ്പിൻ്റെയും ഉയരം നമുക്ക് ഓരോ സ്റ്റെപ്പിൻ്റെ ഉയരം നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റെപ്പിൻ്റെയും ഉയരം ഏകദേശം ആ കറക്റ്റ് തന്നെ ആയിരിക്കും. കറക്റ്റുള്ളതും ഉണ്ടാവും, ചില പൗരാണിക കാലത്തുള്ള സ്റ്റെപ്പുകളൊക്കെ ആണെങ്കിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ റിസൾട്ട് വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ. നമുക്ക്
ആദ്യ പടിയുടെ ഉയരം 20 സെന്റിമീറ്റർ തന്നിട്ട്, അതായത് നമുക്ക് ഇവിടെ എഫ് സീക്വൽ ടു 20 സെന്റിമീറ്റർ എന്നുള്ളത് എടുക്കാം. പിന്നീടുള്ള ഓരോ പടിയുടെയും ഉയരം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ വീതമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡി എന്തായിരിക്കും? ഓരോ സ്റ്റെപ്പിൽ നിന്നുള്ള ഉയരം കൂടിക്കൂടി വരുന്നത് 15 സെന്റിമീറ്റർ വീതമാണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്തായിരിക്കും? 20, 35, 50 എക്സെട്ര അങ്ങനെ ആയിരിക്കും അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 50 പടി കയറി വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ കഴിയും? നമുക്ക് കഴിയില്ലേ? എങ്ങനെ പറയാൻ കഴിയും? നമുക്കൊരു ഫോർമുല അറിയാം. xn ഈക്വൽസ് f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ളത്. ഇതെന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു 50 സ്റ്റെപ്പ് കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് വരും എന്നറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? x50 കണ്ടാൽ മതി. എഫ് എന്ന് പറയുന്നത് 20 ആണ്, പ്ലസ് n എന്ന് പറയുന്നത് 50 ആണ്. 50 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 15 ആണ് അല്ലേ? ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? നമുക്ക് നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ഇത് പഠിക്കുന്നതിലൂടെ ഉണ്ട് കേട്ടോ. 49 ഇൻറ്റു 15 എന്തായിരിക്കും? 9 ഇൻറ്റു 5 5, 4 റിമൈൻഡർ വരും, റിമൈൻഡർ 4, 4 ഇൻറ്റു 5 20, 24 വരും. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 9 9, 1 4 4, 5 4 9 3, 4 9 13 വരും. അപ്പോൾ ഇവിടെ 3 വരും. 2 + 4 6, 6 + 1 7, 7 35 വരും. അതായത് 20 + 7 35 എന്ന് വരും. which is equal to 755 സെന്റിമീറ്റർ. നമുക്ക് നമ്മൾ 50 സ്റ്റെപ്പ് ഉയരത്തിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ നമ്മൾ 755 സെന്റിമീറ്റർ ഹൈറ്റിലാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ഇത് മീറ്ററിലാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് 7.55 മീറ്ററിന് കിട്ടും. ഇങ്ങനെയൊക്കെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പലതും ഇത് പഠിക്കുന്നതിലൂടെ ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ 8th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 12 ആൻഡ് ഇറ്റ്സ് 12th ടേം ഈസ് 8. വാട്ട് ഈസ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ്? ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 12ഉം 12ാം പദം 8ഉം ആണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവിടെ തന്നിട്ടുള്ളത് 8ാം പദം 12 എന്നും 12ാം പദം 8 എന്നുമാണ്. കാണാൻ പറഞ്ഞത് എന്താണ്? ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം അല്ലേ? അപ്പൊ നമ്മൾ എന്തെഴുതി? x8 എന്ന് പറയുന്നത് 12 ആണെന്നും x12 എന്ന് പറയുന്നത് 8 ആണെന്നും എഴുതി. ഇനി xn ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ xn എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതിലെ ഡിയും എഫും നമുക്ക് കണ്ടെത്തണം അല്ലേ? നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. xn മൈനസ് xm ഈക്വൽസ് n മൈനസ് m ഇൻറ്റു ഡി എന്നുള്ള റിസൾട്ട് ഇവിടെ ഈ രണ്ട് പദങ്ങളിലും അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? x12 മൈനസ് x8 എന്ന് പറയുന്നത് നമുക്കറിയാം x12 എന്ന് പറഞ്ഞാൽ 8 ആണ്, മൈനസ് 12 x8 എന്ന് പറയുന്നത് 12 ആണ്. ഇനി 12 8 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ n മൈനസ് m ഇൻറ്റു ഡി എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. 12 മൈനസ് 8 ഇൻറ്റു ഡി ഈക്വൽസ് 8 മൈനസ് 12 പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പൊ എന്ത് കിട്ടും? -4 എന്ന് കിട്ടും. 12 മൈനസ് 8 4 കിട്ടും. ഇവിടെ വലുതിന്റെ ചിഹ്നം മൈനസ് ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ -4 എന്ന് കിട്ടി. ഇവിടെ 12 മൈനസ് 8 എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം അല്ലേ? 4d ഈക്വൽസ് -4, d ഈക്വൽസ് -4
ബൈ 4 ഈക്വൽസ് -1. ഇനി നമുക്ക് എന്ത് വേണം? എഫും കണ്ടുപിടിക്കണം അല്ലേ? അതിന് നമ്മൾ x8 = 12 എന്നുള്ളതിൽ എഫിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ x8 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. f + 7d ആണെന്ന് നമുക്കറിയാം. വിച്ച് ഇസ് ഈക്വൽ ടു 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഡീൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? f + 7 × -1 ഈക്വൽസ് 12. f -7 ഈക്വൽസ് 12, which implies f equals 12 + 7 equals 19. അപ്പം നമുക്ക് എഫും കിട്ടി ഡിയും കിട്ടി. ഇനി നമുക്ക് ബീജഗണിത രൂപം xn ആണ് കാണേണ്ടത്. xn ഈക്വൽസ് നമുക്കറിയാം f + n - 1 × d ആണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? 19, എഫിൻ്റെ വാല്യൂ 19 + n - 1 × -1 എന്ന് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു 19 - n വരും അല്ലേ? -1 × -1 എന്തായി വരും? +1 എന്ന് വന്നു. 19 + 1 - n which is equal to 20 - n. Therefore xn എന്ന് പറയുന്നത് ബീജഗണിത രൂപം എന്ന് പറയുന്നത് 20 - n എന്നാണ്. അതായത് ആൽജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 20 - n ആണ്. ഓക്കെ, ഇത് ക്ലാസ് 8 നമ്മുടെ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: വി ആൻഡ് വി അഗെയിൻ, together with half of us and half of that, and one more is a natural number. Write all the possible number of birds starting from the least. For each of these, write the sum told by the bird also. Find the algebraic expression for these two sequences. Or ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു എണ്ണൽ സംഖ്യയാകും. പക്ഷികളുടെ എണ്ണമാകാവുന്ന സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക. എണ്ണം ഇതിലെ ഓരോ സംഖ്യയാകുമ്പോഴും പക്ഷി പറഞ്ഞ തുകയും ക്രമമായി എഴുതുക. ഈ രണ്ട് ശ്രേണികളുടെയും ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യനിൽ വി ഞങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഹാഫ് ഓഫ് അസ് ഞങ്ങളുടെ പകുതി എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ? x/2 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക. വി, എഗെയിൻ വി ഞങ്ങൾ, പിന്നെ പറയുന്നത് ഞങ്ങളോളവും എന്നാണ്. അപ്പം അതും എന്തുതന്നെയാണ്? ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളോളം എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? എക്സ് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ പകുതി ഹാഫ് ഓഫ് എസ് ഞങ്ങളുടെ പകുതി, പിന്നെ ഹാഫ് ഓഫ് ദാറ്റ് ആ ഞങ്ങളുടെ പകുതിയുടെ പകുതി. അപ്പം എന്തായി? 1/2 ഇൻറ്റു ഈ 1/2 ഇൻറ്റു എക്സിൻ്റെ x/2 എന്നുള്ളതിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. പിന്നെ അതിനോട് കൂടെ 1. ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ ആണ് കിട്ടുക എന്നാണ് ആ ബേർഡ് പറയുന്നത്. അതൊന്ന് കൂട്ടി നോക്കാം നമുക്ക്. x + x/2 + x/4. ഇവിടെ കണ്ടില്ലേ 1/2 ഇൻറ്റു x/2 പറഞ്ഞാൽ ഈ 2 × 2 മൾട്ടിപ്ലൈ ചെയ്ത് x/4 + 1 ഈസ് എ നാച്ചുറൽ നമ്പർ. അതാണ് ആ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനി അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യം x + x വളരെ ഈസിയാണ് അല്ലേ? 2x എന്ന് എഴുതി. ദെൻ +x/2 + x/4 + 1 എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിലും താഴെയും ഞാൻ എന്ത് ചെയ്തു? ഒരു 4നെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. നമുക്ക് സാധാരണ 4/4 എന്ന് പറഞ്ഞാൽ 1 അല്ലേ കിട്ടുക. അപ്പോൾ ആ റിസൾട്ടിന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മുകളിലും താഴെയും ഓരോ 4 കൊടുത്തു. അപ്പോൾ റിസൾട്ടിന് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഈക്വൽസ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സൂചിപ്പിക്കുക ഒരു n വെച്ചിട്ടാണ്. നമുക്ക് അങ്ങനെ എഴുതാം. ഓരോ സമയത്ത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല.
ഈസ് എ നാച്ചുറൽ നമ്പർ എന്നുള്ള രീതിയിൽ ഒരു n കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഈ 4നെ x/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം അല്ലേ. 4 × x/2 പ്ലസ് 4 × x/4 പ്ലസ് 4 × 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 is equal to n. 4ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും. 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 1 കിട്ടും. സോ നമുക്ക് കിട്ടുന്നത് 8x പ്ലസ് 2x പ്ലസ് x പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 ഈക്വൽസ് n. വിച്ച് ഇംപ്ലൈസ് 8x പ്ലസ് 2x പ്ലസ് x എന്ന് പറയുന്നത് എന്താ കിട്ടുക? 8x എന്ന് പറയുന്നത് 2x എന്ന് പറയുന്നത് 10x ആവില്ല. 10x പ്ലസ് x എന്ന് പറഞ്ഞാൽ 11x പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 ഈക്വൽസ് n എന്ന് പറയാം. 11x പ്ലസ് 4/4 എന്ന് കിട്ടില്ലേ. പക്ഷെ എന്താ പറഞ്ഞത്? 11x പ്ലസ് 4/4 എന്ന് പറയുന്ന ആ സം എന്തായിരിക്കും എന്നാ പറഞ്ഞത്? ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു എണ്ണൽ സംഖ്യയാകും എന്നാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എക്സിന് ഏതോ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണൽ സംഖ്യകൾ കിട്ടും. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ നോക്കൂ, /4 അല്ലേ. ഈ 4 നമ്മൾ ഈ റിസൾട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ 4 കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ കിട്ടുന്ന റിസൾട്ട് ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും എന്ന് പറയാം അല്ലേ. അതായത് എക്സ് നമ്മൾ എടുക്കുന്നത് ഈ 4ന്റെ ഗുണിതങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എണ്ണൽ സംഖ്യയാണ് കിട്ടുക. ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ നോക്കാം. നമ്മൾ x ഈക്വൽ ടു 4ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വരികയാണ് 4 ആണ്. നമ്മൾ 11x പ്ലസ് 4 ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 11 × 4 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 which is equal to 11 × 4 എന്ന് പറഞ്ഞാൽ 44 plus 4 divided by 4 which is equal to 48/4 which is equal to 12. കണ്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ 4ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും. ആദ്യം എണ്ണൽ സംഖ്യയിൽ 4ആണ് 4ന്റെ ഗുണിതമായിട്ട് വരിക. പിന്നെ ഏതായിരിക്കും വരിക? 8 ആണ് വരിക അല്ലേ. പിന്നെ എന്തായിരിക്കും വരിക? 12 ആണ് വരിക. പിന്നെ 16 ആണ് വരിക. അങ്ങനെ നമുക്ക് ഒരു സീക്വൻസ് കിട്ടും. അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ് ഈ സീക്വൻസ്. ഇതിൽ 4 കൂട്ടി പോവല്ലേ. ഈ കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ 4, 8, 12, 16 എക്സെട്ര. ഇതിനെ നമുക്ക് ഈ രീതിയിലൊന്ന് വേർഡിങ്സിൽ പറയാം. If x is a multiple of 4, then 11x plus 4/4 is a natural number. അല്ലെങ്കിൽ അത് പറയുമ്പോൾ എങ്ങനെ പറയണം? എക്സ് 4ന്റെ ഗുണിതമാണെങ്കിൽ 11x പ്ലസ് 4/4 ഒരു എണ്ണൽ സംഖ്യയാകും. ആ രീതിയിൽ പറയാം. ഇനി നമ്മളോട് രണ്ടാമത് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ കിട്ടുന്ന തുകയുടെ ശ്രേണി വേണം നമുക്ക് എഴുതണം അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താ പറയുന്നത്? x ഈക്വൽ ടു 4 ആകുമ്പോൾ 11x പ്ലസ് 4/4 എന്താണ് എന്നുള്ള റിസൾട്ടും കൂടെ നമുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനിവിടെ നേരത്തെ കണ്ടുവച്ചതുണ്ട്, അതൊക്കെ എഴുതിയാൽ മതി. രണ്ടാമത് x ഈക്വൽ ടു 8 ആകുമ്പോൾ എന്താ കിട്ടുക നോക്കുക. നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 8 ആകുമ്പോൾ 11 × 8 പ്ലസ് 4. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ പറയുന്ന നമ്പർ ഇട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഈ സമ്മ് കിട്ടും /4 ഈക്വൽ ടു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സൗകര്യം ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടോ. നമുക്ക് ഈ ഫ്രാക്ഷന്റെ അഡീഷൻ റൂൾ സബ്ട്രാക്ഷൻ റൂളൊക്കെ അറിയാലോ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 11 × 8/4 പ്ലസ് 4/4 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ 8ഉം ഈ 4ഉം കട്ട് ചെയ്താൽ 2 കിട്ടും. ഈ 4ഉം 4ഉം കട്ട് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ ആൻസർ 11 × 2 22 പ്ലസ് 1 which is equal to
23. X equal to 12 ആകുമ്പോൾ നമുക്ക് 11 into 12 plus 4 divided by 4 എന്ന് വരും അല്ലേ. ഈക്വൽസ് 11 into 12 by 4 എന്ന് എടുക്കാം പ്ലസ് 4 by 4 എന്നും. എന്നിട്ട് 12 by 4 നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. 4 by 4 കട്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. 11 into 3 എന്ന് പറഞ്ഞത് 33 പ്ലസ് 1 ഈക്വൽസ് 34 എന്ന് കിട്ടും. അങ്ങനെ ആവുമ്പോൾ രണ്ടാമത്തെ അരിത്മെറ്റിക് സീക്വൻസ് എന്തായിരിക്കും? 12, 23, 34 എക്സെട്ര. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിട്ടുണ്ട്. ദ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ദീസ് ഈസ്, അതായത് ആ പറഞ്ഞിട്ടുള്ള നമ്പറുകളുടെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 4, 8, 12 എക്സെട്ര എന്നാണ്. അടുത്തത് ദ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് ദ സം ടോൾഡ് ബൈ ദ ബേർഡ്, അതായത് പക്ഷി പറഞ്ഞ തുക, ഒരു തുകയാണല്ലോ പക്ഷി പറഞ്ഞത്, ആ പക്ഷി പറഞ്ഞ തുകയുടെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 12, 23, 34 എക്സെട്ര. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ രണ്ട് അരിത്മെറ്റിക് സീക്വൻസസിൻ്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ, ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. അതിനാദ്യമായിട്ട് നമുക്ക് 4, 8, 12 എന്ന് ഉള്ളത് എടുക്കാം. 4, 8, 12 എക്സെട്ര. ഇവിടെ വളരെ ഈസിയാണ് അല്ലേ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 minus 4 equals 4. സോ ഇതിൻ്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? xn ഈക്വൽസ് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന റിസൾട്ടിൽ കൊടുത്താൽ പോരെ. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. 4 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 4 എന്ത് കിട്ടും? 4 പ്ലസ് 4n മൈനസ് 4. ഇവിടെ പറയണ്ടല്ലോ n ഇൻറ്റു 4, 4n മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 4 എന്നിവ ക്യാൻസൽ ചെയ്തു. നമുക്ക് 4n എന്ന ആൻസർ കിട്ടി. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 4n ആണ്. അടുത്തത് നമ്മൾ ഈ ആൽജിബ്രൈക് സീക്വൻസ് എടുക്കാം. 12, 23, 34 എക്സെട്ര. ഇവിടെ ഡി എന്തായിരിക്കും? 23 മൈനസ് 12, 23 മൈനസ് 12 വിച്ച് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2 1 വരും, 2 മൈനസ് 1 1 വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡി എന്ന് പറയുന്നത് 11 ആണെന്ന് കിട്ടും. സോ എക്സ് എൻ എന്ന് പറയുന്നത് xn ഈക്വൽസ് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡിയിൽ നമ്മൾ എഫും ഡിയും കൊടുക്കുക അല്ലേ. ഇവിടെ എഫ് എന്ന് പറയുന്നത് 12 ആണ്. 12 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 11 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 12 പ്ലസ് 11n മൈനസ് 11 എന്ന് വന്നു. ഇവിടെ 12 11 കുറക്കുക, അപ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് 11n 11n is equal to 11n plus 1. വൈൻഡപ്പ് ചെയ്യാം. വി ഗെറ്റ് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ, അതായത് ബീജഗണിത രൂപം ഓഫ് 4, 8, 12 എക്സെട്ര ഈസ് 4n. അതുപോലെ 12, 23, 24 എക്സെട്ര എന്നുള്ളതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 11n plus 1 ആണ്. ക്വസ്റ്റ്യൻ നോക്കൂ. Prove that the arithmetic sequence with the first term 1/3 and common difference 1/6 contains all natural numbers. ആദ്യപദം 1/3 പൊതുവ്യത്യാസം 1/6 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് ടേം, ആദ്യ പദം, അതിന് നമ്മൾ എഫ് എന്ന് എഴുതാം അല്ലേ. 1/3. പിന്നെ തന്നിട്ടുള്ളത് എന്താണ്? കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം. നമുക്കതിനെ ഡി ഈക്വൽസ് 1/6 എന്ന് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ പൊതുവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിൻ്റെ ബീജഗണിത രൂപം, ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണ്. അതൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യം. xn ഈക്വൽസ് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി നമുക്കറിയുന്ന റിസൾട്ടാണ് അല്ലേ. 1/3 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 1/6 വിച്ച് ഇസ് ഈക്വൽ ടു 1/3 പ്ലസ് എൻ ഇൻറ്റു 1/6 എന്തായി മാറി? n/6
മൈനസ് 1 ഇൻറ്റു 1/6 മൈനസ് 1/6 വിച്ച് ഇസ് ഈക്വൽ ടു, നോക്കൂ 1/3 മൈനസ് 1/6 എങ്ങനെ നമ്മൾ കാണും? ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുക ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ടേമിൽ 2നെ കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2/6 മൈനസ് 1/6 എന്ന് വന്നു. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യാൻ 6 എടുത്തു, അതിൻ്റെ മുകളിൽ 2 - 1 നമ്മുടെ ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നിങ്ങൾക്കറിയാലോ. എന്നിട്ട് 2 - 1 വലുതിൽ നിന്ന് ചെറുത് കുറച്ച് അതിൻ്റെ വലുതിൻ്റെ ചിഹ്നം ഇടുക. സോ 2 - 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും, 1/6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഈ n/6 അവിടെ ഉണ്ട് അല്ലേ, n/6 പ്ലസ് അവിടെ കിട്ടിയ റിസൾട്ട് 1/6. ഈ റിസൾട്ട് എങ്ങനെ കിട്ടിയത്? 1/3 മൈനസ് 1/6 കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് 1/6. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1/6 ഇൻറ്റു n + 1 എന്ന് കിട്ടി. xn = 1/6 ഇൻറ്റു n + 1 നമുക്ക് അവിടെ കിട്ടി അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിലെല്ലാ നാച്ചുറൽ നമ്പേഴ്സും അതായത് എണ്ണൽ സംഖ്യകളും വരും എന്ന് പറയാനാണ്. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നമുക്ക് 1 2 3 4 5 എന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്ന സംഖ്യകൾ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എണ്ണിന് എന്തെടുത്താൽ ആദ്യത്തെ 1 കിട്ടും, എണ്ണിന് 5 എടുത്താൽ കിട്ടും അല്ലേ. n = 5 കൊടുത്താൽ നമുക്ക് xn എന്ന് പറയുന്നത് എന്തായിരിക്കും? xn 1/6 ഇൻറ്റു 5 + 1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 6 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1. n = ഇവിടെ 6ൻ്റെ മൾട്ടിപ്പിൾ വരിക എന്നതാണ് നമ്മൾ നോക്കുന്നത്. 5 വന്നാൽ 5 + 1 6 വരും. ഇനി അടുത്തത് എന്ത് വന്നാലായിരിക്കും 6ൻ്റെ മൾട്ടിപ്പിൾ വരിക? 11 വന്നാൽ അല്ലേ. അപ്പോൾ x 11, ഇവിടെ x 5 കണ്ടാൽ മതി നമുക്ക് അല്ലേ. x 11 എന്ന് പറയുമ്പോൾ 1/6 ഇൻറ്റു 11 + 1 which is equal to 1/6 ഇൻറ്റു 12 2. ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ സംഖ്യകൾ ഓരോ പൊസിഷനിൽ 5th പൊസിഷനിൽ 11th പൊസിഷനിൽ ഇനി അടുത്തത് ഏതായിരിക്കും വരിക? 17th പൊസിഷനിൽ അല്ലേ. നമുക്ക് എന്ത് കിട്ടും? അടുത്ത നമ്പർ x 17 എന്നുള്ളത് 3 കിട്ടും. അങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാം അല്ലേ. അങ്ങനെ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ വരും എന്ന് പറയാം. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. If we take n = 5, 11, 17, etc., then we get all natural numbers in this arithmetic sequence. അതായത് നമ്മൾ n = 5, 11, 17, etc. എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ എണ്ണൽ സംഖ്യകളും ഈ സമാന്തര ശ്രേണിയിൽ കാണാൻ കഴിയും. ഓക്കെ. Prove that the arithmetic sequence with the first term 1/3 and common difference 2/3 contains all odd numbers but no even number. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് ടേം 1/3 പൊതുവ്യത്യാസം d എന്ന് പറയുന്നത് 2/3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് xn ഉണ്ടാക്കുകയാണ്. xn = 1/3 പ്ലസ് n - 1 ഇൻറ്റു 2/3. f + n - 1 ഇൻറ്റു d ആണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോകുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ. ഓക്കെ. 1/3 പ്ലസ് ഇനി നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 2/3n - 2/3 which is equal to 1/3 പ്ലസ് 1/3 - 2/3 എന്താണെന്ന് നോക്കാം. പ്ലസ് 2/3n. ഇവിടെ 3 കോമൺ ആയിട്ട് എടുക്കാം. 1 - 2 എന്ന് എഴുതാം. പ്ലസ് 2/3n which is equal to 2/3n. ഇവിടെ 1 - 2 എന്ന് പറയുമ്പോൾ 1 - 2 വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ് അല്ലേ. -1/3 2 - 1 വരും, അത് 1 കിട്ടും.
2ൻ്റെ ചിഹ്നം മൈനസ് ആണ്. സോ -1/3 എന്ന് വന്നു. ഇതിനെ നമുക്കൊന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതുമ്പോൾ 1/3 ഇൻറ്റു 2n - 1 എന്ന് വന്നു. ഓക്കെ, xn ഈക്വൽസ് 1/3 ഇൻറ്റു 2n - 1 ആയതുകൊണ്ട് 2n - 1 നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ? 2n - 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഓഡ് നമ്പേഴ്സിൻ്റെ nth ടേം ആണ്, അതായത് ആൽജിബ്രൈക് എക്സ്പ്രഷനാണ്. സോ നമുക്ക് എപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒന്നാണ് 2n - 1 ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ. എന്നിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്ന 2n - 1 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. സോ ദിസ് സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഈവൻ നമ്പർ. അതുകൊണ്ട് ഇവിടെ ഓഡ് നമ്പർ തന്നെ ആയിരിക്കും വരിക. ബൈ 3 വന്നു കഴിഞ്ഞാലും ഒരിക്കലും നമുക്ക് എന്ത് വരാൻ സാധ്യതയില്ല, ഈവൻ നമ്പർ വരാൻ കഴിയില്ല. അതുകൊണ്ട് ഈവൻ നമ്പേഴ്സ് ഈ സീക്വൻസിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണെന്നാണ് ഇവിടെ എഴുതിയത്. ഇനി അടുത്ത് നമുക്ക് എന്നിന് 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കാം. അപ്പോൾ x1 ഈക്വൽസ് 1/3 ഇൻറ്റു 2 - 1 ഈക്വൽസ് 1/3. n ഈക്വൽ ടു 2 കൊടുത്താൽ x2 ഈക്വൽസ് 1/3 ഇൻറ്റു 2 × 2 4 - 1 3 വിച്ച് ഇസ് ഈക്വൽ ടു 1. n ഈക്വൽ ടു 3. x3 ഈക്വൽസ് 1/3 ഇൻറ്റു 2 × 6 - 1 എന്ന് പറഞ്ഞാൽ 5/3. ഓക്കെ, n ഈക്വൽ ടു 4 കൊടുത്താൽ x4 ഈക്വൽസ് 1/3 ഇൻറ്റു 8 - 1 എന്ന് പറഞ്ഞാൽ 7/3. അടുത്ത n ഈക്വൽ ടു 5 കൊടുത്താൽ x5 എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 10 - 1 which is equal to 9/3 which is equal to 3. അതായത് നമുക്ക് എന്തേ കിട്ടുന്നുള്ളൂ, ഒന്നുകിൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്. ഈ രീതിയിലാണ് ഈ സീക്വൻസിലെ നമ്പേഴ്സ് പോവുക. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. The arithmetic sequence with first term 1/3 and common difference 2/3 contains all odd numbers but not even numbers വേണമെങ്കിൽ എഴുതാം കേട്ടോ. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ടായിരിക്കും, പക്ഷേ ഇരട്ട സംഖ്യകൾ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ എഴുതാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കൂ. പ്രൂവ് ദാറ്റ് the squares of all the terms of the arithmetic sequence 4, 7, 10, etc. belong to the sequence. or 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. 4, 7, 10, etc. എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ, അതായത് നമുക്ക് തെളിയിക്കേണ്ട എന്താണ്, 4 സ്ക്വയർ 7 സ്ക്വയർ 10 സ്ക്വയർ എക്സെട്ര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതും എന്തിൽ തന്നെ ഉണ്ടാവുന്ന പറയേണ്ടത് 4, 7, 10 എക്സെട്ര അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ശ്രേണി ഉണ്ടല്ലോ, ആ ശ്രേണിയിൽ ഈ നമ്പറുകളും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് 4, 7, 10 എക്സെട്ര കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എഫ് അറിയാം, 4 ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 7 - 4 ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 3. സോ എക്സൻ എന്തായിരിക്കും, നമുക്കറിയുന്ന റിസൾട്ടാണ് എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി ഈക്വൽസ് 4 പ്ലസ് n - 1 ഇൻറ്റു 3 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. 4 ഫസ്റ്റ് ടൈം, 3 കോമൺ ഡിഫറൻസ്, വിച്ച് ഇസ് ഈക്വൽ ടു 4 പ്ലസ് 3n - 3. ഈ n into 3 then -1 into 3 -3 which is equal to 3n 4 - 3 എന്താ വരിക, +1. ഓക്കെ, xn ഈക്വൽ ടു 3n + 1 കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ സ്ക്വയറുകൾ xn സ്ക്വയർ എന്തായിരിക്കും നോക്കാം. 3n + 1 ദ ഹോൾ സ്ക്വയർ, നമുക്ക് a + b ദ ഹോൾ സ്ക്വയർ നമുക്ക് അറിയാമല്ലോ അല്ലേ. a² + 2ab + b². ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. നമുക്കെന്ത് കിട്ടും, 3n² 9n² + 2ab 2 × 3n × 1 6n + 1
വിച്ച് ഇസ് ഈക്വൽ ടു 9n² പ്ലസ് 6n പ്ലസ് 1 എന്നുള്ളതിനെ നമുക്ക് ഈ രൂപത്തിലൊന്ന് മാറ്റി എഴുതാൻ നോക്കിയാൽ, അതായത് 3 9n² 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? 3 ആണ് അല്ലേ? 3n² പ്ലസ് 6 3 എടുത്തു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? 2 ആണ്. 2n പ്ലസ് 1 എന്ന് കിട്ടും. നോക്കൂ, ഇതൊക്കെ എന്തിനും ഓരോ വാല്യൂ കൊടുത്തിട്ടല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ വീണ്ടും അത് എന്തെന്നെ ആയിരിക്കും? ഒരു നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും അല്ലേ? ഇനി നമ്മൾ ഏത് നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിസൾട്ടും എന്തെന്നെ ആയിരിക്കും? വേറൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ 3k + 1 എന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ഈ തന്നിട്ടുള്ള xnഉം ഈ പറഞ്ഞിട്ടുള്ളതും ഒരേ രൂപം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേമിൻ്റെ സ്ക്വയറുകളും എന്തിനുണ്ടാവും എന്ന് നമുക്ക് പറയാം? അതേ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. Hence, the squares of all the terms of arithmetic sequence belong to the sequence. അതായത് ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Prove that the arithmetic sequence 5, 8, 11, etc. contains no perfect squares. അതായത് 5, 8, 11, etc. എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായോ കുട്ടികളെ? 5, 8, 11, etc. എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങളില്ല എന്ന് തെളിയിക്കുക. എന്താ പൂർണ്ണവർഗ്ഗങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഒരു സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ, അതായത് ഇപ്പോൾ 3² എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? 9. ഇതിൽ 9 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ് സ്ക്വയർ ഉള്ള നമ്പർ ഉണ്ട് എന്ന് പറയാം. പൂർണ്ണവർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ 5, 8, 11, etc. എന്ന് പറഞ്ഞു പോകുന്ന നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുക. ഇവിടെ പറയുന്നത് പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? d = 8 - 5 വിച്ച് ഇസ് ഈക്വൽ ടു 3. f ഓൾറെഡി നമുക്കറിയാം 5 ആണ് അല്ലേ? തന്നിട്ടുള്ള റിസൾട്ടിൽ തന്നെ ഉണ്ട്. So xn equals f plus n minus 1 into d, which is equals 5 plus n minus 1 into 3, which is equals 5 plus 3n minus 3. 5 minus 3 എന്ന് പറഞ്ഞാൽ 2. 3n ഇവിടെ ആദ്യം എടുത്തു, പിന്നെ 5 minus 3 എന്ന് നമ്മൾ ഇവിടെ എഴുതാൻ പോവുകയാണ് 2. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം 2 അല്ലേ? xn = 3n + 2. ഇനി ഈ നമ്പർ ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു നമ്പറിൽ ഡിന്റെ വ്യത്യാസം കൊണ്ട് ആയിട്ടാണ് കൂടിപ്പോകുക. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്നത് 3 ആണ്. ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 3n + 2 / 3 എന്താ സംഭവിക്കുക? ഓൾവേസ് നമുക്ക് എന്ത് കിട്ടും? ഒരു റിമൈൻഡർ 2 കിട്ടും അല്ലേ? ഈ റിസൾട്ട് എപ്പോഴും 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് മനസ്സിലാവും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു 2 എന്നുള്ളത് റിമൈൻഡർ ആയിട്ട് വരും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. കുട്ടികളെ, 3n + 2 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരും. പക്ഷേ അത് പൂർണ്ണവർഗ്ഗങ്ങളിൽ ഉണ്ടാവില്ല. നമുക്ക് അത് ഞാൻ കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു ടേബിൾ വരച്ചത് കണ്ടോ? നമ്മുടെ സംഖ്യ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ വർഗ്ഗം എഴുതിയിട്ടുണ്ട്, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം എഴുതിയിട്ടുണ്ട്. നോക്കി നോക്കൂ, സാധാരണ ഏതൊരു നമ്പറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്ത് 1 മുതൽ 9 വരെയാണ് വരുള്ളൂ അല്ലേ? പിന്നെ 0 ആണ് വരിക. ഓക്കെ, ഞാൻ ഈ ടേബിൾ എഴുതിയത് വെച്ച് നമുക്ക് 1 ആണെങ്കിൽ 1ന്റെ സ്ക്വയർ 1 തന്നെ വരിക. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 ആണ് വരിക അല്ലേ? 2 ആണെങ്കിൽ 2² 4 ആണ് വരിക. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്താ വരിക? 1 ആണ് വരിക. ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സംഖ്യൻ്റെയും സ്ക്വയർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ നമുക്ക് 1 അല്ലെങ്കിൽ 0 മാത്രമേ കിട്ടുള്ളൂ.
അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒരു നമ്പറിന് ഒരു സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുകയില്ല. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. We can divide this by 3. We will get 2 as remainder and it does not contain any perfect square. ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം കിട്ടും. അതുകൊണ്ട് ഈ സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ക്ലിയർ ആയല്ലോ? ഇവിടെ നമ്മുടെ തന്നിട്ടുള്ള എക്സെന്നിൽ 3n+2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടും എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഏതൊരു പൂർണ്ണവർഗത്തെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുകയില്ല എന്നാണ് നമ്മൾ ഈ ടേബിളിൽ കണ്ടെത്തിയത്. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കൺക്ലൂഷനിലേക്ക് എത്തിയത് കേട്ടോ. ഓക്കെ കുട്ടികളെ, അടുത്ത ക്വസ്റ്റ്യൻ. Write the whole numbers in the arithmetic sequence 11/8, 14/8, 17/8, etc. Do they form an arithmetic sequence? അതായത് 11/8, 14/8, 17/8, etc. എന്ന സമാന്തര ശ്രേണിയിലെ പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണി ആണോ? നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം xn കാണണം. അതിന് വേണ്ടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് f 11/8 ആണ്. d നമുക്ക് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേം കുറക്കാം. 14/8 - 11/8. ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഫ്രാക്ഷൻ റിസൾട്ട് കാണാം. 14 - 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/8. അപ്പോൾ നമുക്ക് xn വേഗം കാണാം അല്ലേ. xn ഈക്വൽസ് f + n - 1 × d എന്നുള്ള റിസൾട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ 11/8 + n - 1 × 3/8 which is equal to 11/8 + 3n/8 - 3n/8 എന്ന് വരും. ഓക്കെ, 3n × 3/8 3n/8 - 1 × 3/8 - 3/8 എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് 3n/8നെ ആദ്യം എഴുതാം. 3n/8 + 11/8 - 3/8 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 8 ഡിനോമിനേറ്ററിൽ എഴുതി 11 - 3 എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 3n/8 + 11 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ് അല്ലേ. 8/8 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3n/8 + 1 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹോൾ നമ്പേഴ്സ് അല്ലേ, പൂർണ്ണ സംഖ്യകൾ, ഹോൾ നമ്പേഴ്സ്. ഈ ശ്രേണിയിൽ വരുന്ന പൂർണ്ണ സംഖ്യകൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് കിട്ടും പൂർണ്ണസംഖ്യകൾ? നമ്മൾ ഈ ഡിനോമിനേറ്റർ ഇല്ലാതിരിക്കുന്ന രീതിയിലുള്ള നമ്പറിനെയാണ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയാം. ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കുന്ന n എന്ന് പറയുന്നത് എങ്ങനെയുള്ള നമ്പേഴ്സ് ആവണം? യെസ്, 8ന്റെ മൾട്ടിപ്പിൾസ് ആവണം അല്ലേ. സോ നമ്മൾ 8ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുക എന്തായിരിക്കും? 8 ആയിരിക്കും. 8ന്റെ മൾട്ടിപ്പിൾസിന് ഇവിടെ x 8 കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/8 × 8 ക്യാൻസൽ ചെയ്യുക. 8 8 + 1 which is equal to 4. ഇനി അടുത്തത് എന്നിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതായിരിക്കും? 16. അപ്പോൾ x 16 നമുക്ക് കണ്ടാൽ 3/8 × 16 + 1. ഈ 8ഉം 16ഉം ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. 3 × 2 എന്ന് പറഞ്ഞാൽ 6 + 1 7. n is equal to 24. അടുത്ത മൾട്ടിപ്പിൾ അല്ലേ. x 24 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3/8 × 24 + 1. ഈ 24 8 ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. 3 × 3 9 + 1 നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടും. നമ്മുടെ 11/8 14/8
17/8 എന്ന് പറയുന്ന ശ്രേണിയിലെ 8th ടേം, 16th ടേം, 24th ടേമാണ് 4, 7, 10 എന്ന് പറയുന്നത്. പക്ഷേ അത് മാത്രമായിട്ട് നമ്മുടെ ഈ ഹോൾ നമ്പേഴ്സ് മാത്രമായിട്ട് നമ്മളൊരു ശ്രേണി ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 4, 7, 10 എക്സെട്ര എന്നാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ ശ്രേണി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആകുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ആകുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ എന്താ വേണ്ടത്? 7 - 4 എന്ന് പറയുന്നത് 3 കിട്ടും. അതുപോലെ 10 - 7 എന്ന് പറയുന്നത് 3 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, ദിസ് സീക്വൻസ് 4, 7, 10 എക്സെട്ര ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഹെൻസ് if n is a multiple of 8, then we will get the whole numbers 4, 7, 10 etc. and it is an arithmetic sequence. അതായത് ഇവിടെ n എന്നത് 8ന്റെ ഗുണിതമാണെങ്കിൽ പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി 4, 7, 10 എക്സെട്ര എന്ന് കിട്ടും. ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ്. ഓക്കെ കുട്ടികളെ, ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ചെണ്ണം മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന എല്ലാ പ്രോബ്ലംസും നമ്മളിവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സം ടു n ടേംസ്, n പദങ്ങളുടെ തുക എന്ന ഭാഗം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.